2008 ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ അവിടുത്തെ പദ്ധതികളുടെ പൂർത്തീകരണം എന്നോണം എറണാകുളം ജില്ലയിൽ പുല്ലുവഴിയിൽ സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിതമായത്. ഈ സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നമുക്ക് 4 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് സ്നേഹജ്യോതി ശിശുഭവൻ, അത് 5 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളുമുണ്ട്. രണ്ടാമത്തത് സ്നേഹജ്യോതി ഗേൾസ് ഹോമാണ്, അത് 5 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. മൂന്നാമത്തേത് സ്നേഹജ്യോതി ബോയ്സ് ഹോമാണ്, അതിൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ. സ്നേഹജ്യോതി വുമൺ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന സ്ഥാപനം 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രഗ്നൻറ്റ് ലേഡീസും അൺവെഡ് മദറൊക്കെ വരുന്ന ആ സെക്ഷനാണുള്ളത്. ഈ എല്ലാ 4 സെക്ഷനിലും കൂടി ഇപ്പോൾ നമുക്ക് 108ഓളം അന്തേവാസികളും കുട്ടികളും ഒക്കെയാണ് നമുക്കുള്ളത്. സർക്കാർ തലത്തിൽ ഇപ്പോൾ നമുക്ക് ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഫിനാൻഷ്യലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തണം. നല്ലവരായ മനുഷ്യർ തരുന്ന സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 28 സ്റ്റാഫോളം ഇവർക്ക് വേണ്ടി ആയമാരും കെയർടേക്കേഴ്സും അങ്ങനെ ഉള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സാലറി എല്ലാം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. CNWൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പാലക്കാട് രൂപത CNEWAയുടെ സഹായത്താൽ 77 കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകി. ഈ കുട്ടികളെല്ലാം പെൺകുട്ടികളായിരുന്നു. അവർ നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നേഴ്സിംഗ് നല്ല സ്കോപ്പുള്ള ജോലി ആയതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ ജോലിയിലോട്ട് കടന്നു വരുന്നുണ്ട്. പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഇത്തരത്തിലെ കുട്ടികളെ രക്ഷപ്പെടുത്താനും പഠിപ്പിക്കാനും അതുവഴി കുടുംബങ്ങളെ സംരക്ഷിക്കാനും അതിതീക്ഷ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഏത് തരത്തിലുള്ള കുട്ടികളാണെന്നറിയാനായിട്ട് നമ്മളവരുടെ വീടുകളിൽ പോയി ആ കുട്ടികളെ സന്ദർശിച്ചു, മാതാപിതാക്കളോട് സംസാരിച്ചു, അവരുടെ വീടുകൾ നമ്മൾ കണ്ടു. ഇതെല്ലാം പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്.